നമ്മുടെ പറമ്പിൽ കുറച്ച് കാട്ടുകുരുമുളക് നിൽപ്പുണ്ടായിരുന്നേ. അത് വിളഞ്ഞോ നോക്കാണ്ട് പോവുകയാണ്. വിളഞ്ഞെങ്കിൽ പറിച്ചിടണം. അങ്ങനെ പോവുകയാണ്. പോയപ്പോഴാണെങ്കിൽ ഇക്കിളിയും വേക്കെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവളെ ഇവിടെ കൊണ്ടാക്കി പോയി. ഇക്കിളി വിചാരിച്ച് ഞാൻ വേറെ എങ്ങോട്ടാണ് പോകണമെന്ന്. ഇതാണ് കേട്ടോ കാട്ടുകുരുമുളക്. ഇത് നമ്മുടെ സാധാരണ നാടൻ കുരുമുളകിൻ്റെ അതുപോലെയൊന്നുമല്ല. അത് നാടൻ കുരുമുളക് വലുതും ഇത് ചെറുതുമാണ്. ഇതിൻ്റെ താര് നല്ല നീളമാണ്. നോക്കിയാൽ വേണി ഇക്കിളി തന്നെ മുകളിൽ ആറ്റിലോട്ട് പോകണം. ഇക്കിളി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോണ പോക്കാണ്. ഈ കാട്ടുകുരുമുളക് നമ്മുടെ നാടൻ കുരുമുളകിന് അത്ര വിലയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത് അതിൻ്റെ നാടൻ കുരുമുളകിനെക്കാട്ടി പകുതി വില ഇത് കിട്ടുകയുള്ളൂ. ഇത് നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവരിതിനെ ഉണക്കി പൊടിച്ച് ആയുർവേദ മരുന്നായിട്ട് ചേർക്കും കേട്ടോ. ആയുർവേദ മരുന്നിലൊക്കെ ചേർക്കും ഇത്. നോക്കിയാൽ വേണമെങ്കിൽ ഭൂമിപ്പെട്ടിയാണ് പുല്ലും തിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് 1-2 പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് നോക്കിയാൽ കറക്റ്റ് വിളവറിയാൻ പറ്റുള്ളൂ. അങ്ങനെ 1-2 പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നാടൻ കുരുമുളകിനെ പോലെ ചവിട്ടി പൊഴിച്ചെടുക്കാനേ പറ്റില്ല. നമ്മുടെ കൈ കൊണ്ട് പൊഴിച്ചെടുക്കാനേ പറ്റുള്ളൂ. ചവിട്ടി പൊഴിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. അങ്ങനെ 1-2 പറിച്ചെടുത്ത് ഞാൻ പൊട്ടിച്ച് നോക്കിയാണ്. നോക്കിയാൽ പിന്നെ വിളഞ്ഞൊന്നുമില്ല. ഇതിനിപ്പോൾ വിളഞ്ഞാലേ പറിച്ചെടുക്കാവൂ. നാടൻ കുരുമുളക് പഴുക്കുമ്പോൾ ചുമന്ന കളറും ഇത് പഴുക്കുമ്പോൾ കറുത്ത കളറുമാണേ. ഇത് നമ്മൾ സാധാരണ ഉണക്കി വിൽക്കാറൊന്നുമില്ല. ഇത് നാടൻ കുരുമുളകാണെങ്കിൽ ഉണക്കി കഴിഞ്ഞാൽ അധികം അങ്ങനെ വെയിറ്റ് കുറയാറൊന്നുമില്ല. ഇത് ഉണക്കി കഴിഞ്ഞ് ഈ കാട്ടുകുരുമുളക് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിറ്റ് കുറയും. ഇത് നല്ല വിളയുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ വണ്ണം വയ്ക്കും.